നമസ്കാരം. ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാന് നേരെ ആക്രമണം നടത്തുന്നത്. എന്നാൽ ഇന്ന് ജൂൺ മാസം പകുതിയായിട്ടും യുദ്ധത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി നാണം കെട്ട പരാജയം ഒഴിവാക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി രംഗത്ത് വന്നു. ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പക്ഷേ ഇറാനെ തണുപ്പിക്കാനോ ഇറാനെ അമേരിക്ക ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിക്കാനോ കഴിയുന്നില്ല. ഒരു ചർച്ച ഒരു ദിവസം പോലും നീണ്ടു നിന്നില്ല. പല ചർച്ചാ പരിശ്രമങ്ങളും അവസാനിച്ചു. ട്രംപിൻ്റെ വാക്കുകൾ പാഴ്വാക്കുകളാകുന്നു. ഓരോ ദിവസവും ട്രംപ് യുദ്ധം ഇന്ന് തീരും, നാളെ തീരും, കരാറിനു വേണ്ടി ഇറാൻ കെഞ്ചുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല. യുദ്ധം അവസാനിക്കണമെങ്കിൽ ട്രംപ് തൻ്റെ ഈഗോ അവസാനിപ്പിക്കണം. ട്രംപിന് യുദ്ധം അവസാനിപ്പിക്കണം. അമേരിക്ക തോറ്റുകൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ ജയിച്ചു എന്ന് നാട്ടുകാരോട് പറയണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റവും ഒടുവിലുണ്ടായ യുദ്ധസമാനമായ സംഘർഷം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ അത് അവസാനിപ്പിച്ചത് ഇന്ത്യയുടെ മിടുക്കും ജാഗ്രതയും ശേഷിയും കൊണ്ടാണെങ്കിലും താനാണത് അവസാനിപ്പിച്ചത് എന്നായിരുന്നു ട്രംപിൻ്റെ അവകാശവാദം. ഇങ്ങനെ അവകാശവാദങ്ങളിൽ ആനന്ദം അനുഭവിക്കുന്ന ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വിലങ്ങാവുന്നു. പക്ഷേ ഇതൊന്നും ഇറാനെ കുലുക്കുന്നില്ല. അവർ ശക്തമായി പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നു. യുദ്ധം ഇന്നല്ലെങ്കിൽ നാളെ തീരും എന്ന് ട്രംപ് തറപ്പിച്ച് പറഞ്ഞിട്ട് ഒരാഴ്ചയാവുന്നു. എന്നാൽ യുദ്ധം മുറുകുകയാണ് ചെയ്തത്. വെടിനിർത്തലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനകളിലൊന്നായി ഇറാൻ മുൻപോട്ട് വയ്ക്കുന്നത് ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നത് അവസാനിപ്പിക്കണമെന്നാണ്. ട്രംപ് ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു, ഉടൻ നിങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാകുമെന്ന്. പക്ഷെ നെതന്യാഹു ഗൗനിക്കുന്നേയില്ല. ട്രംപിൻ്റെ മുന്നറിയിപ്പ് കിട്ടിയതിന് ശേഷം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഇസ്രായേൽ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തി. അവിടെ അനേകം ഹിസ്ബുള്ള ഭീകരർ കൊല്ലപ്പെടുന്നു. ഈ പ്രകോപനത്തിൽ കലിവുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ ഇറാൻ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടത്. ഇസ്രായേൽ അപ്പോൾ തന്നെ തിരിച്ചടിച്ചു. ഇതോടുകൂടി വീണ്ടും സംഘർഷം വ്യാപിച്ചു. ട്രംപ് ഇസ്രായേലിനോടും ഇറാനോടും യാചിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഇതിനിടയിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ അമേരിക്ക അവർക്ക് താല്പര്യമുള്ള ചില ഇടപാടുകൾക്ക് ശ്രമിച്ചു. പക്ഷേ ഇറാൻ വെറുതെ ഇരുന്നില്ല. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ കപ്പലുകൾക്ക് അകമ്പടി പോയ അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ തകർത്തു. ഇതോടെ ട്രംപിന് കിളി പറന്നു. ഇറാന് നേരെ തുടർച്ചയായി 2 ദിവസവും അമേരിക്ക ബോംബ് വർഷം നടത്തി. ട്രംപിൻ്റെ ഈഗോയെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ ബോംബ് വർഷം. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന് നേരെ അമേരിക്ക ബോംബാക്രമണം നടത്തി എന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരുന്നു. ഇത് അവസാനത്തെ ആക്രമണമാണെന്നും തങ്ങൾ ലക്ഷ്യം കണ്ടെന്നും ഇനിയില്ല എന്നുമായിരുന്നു അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ പ്രഖ്യാപനം. ഇന്നലെ രാത്രിയിലും ഇറാനിലെ പലയിടങ്ങളിലും ബോംബ് വീണതായി ദൃക്സാക്ഷികൾ പറയുന്നു. തെക്കൻ തെഹ്റാനിലും പോർട്ട് സിറ്റിയായ ബന്ദാർ അബ്ബാസിലും ഖോഷം ദ്വീപിലും അമേരിക്കൻ ആക്രമണം ഉണ്ടായതായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിന് ശേഷം തങ്ങൾ ലക്ഷ്യം കണ്ടു എന്നായിരുന്നു അമേരിക്കയുടെ പ്രഖ്യാപനം. പക്ഷേ ഇറാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീണ്ടും തിരിച്ചടിക്കുന്നു. കുവൈറ്റിനും ബഹ്റൈനും നേരെയാണ് ഇന്നലെ രാത്രിയിൽ പലതവണ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. മിക്ക ഡ്രോണുകളെയും നിർവീര്യമാക്കാൻ കഴിഞ്ഞെന്ന് ബഹ്റൈനും കുവൈറ്റും അവകാശപ്പെടുമ്പോഴും പുറത്തു വരുന്ന പല ദൃശ്യങ്ങളും തെളിയിക്കുന്നത് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഈ രാജ്യങ്ങളിൽ പതിച്ചെന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം UAE-ക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. കുവൈറ്റും ബഹ്റൈനും UAE-യുമാണ് ഇറാന്റെ ഏറ്റവും അടുത്ത ടാർഗറ്റുകൾ. ഇതോടുകൂടി ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കില്ല എന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അമേരിക്കയും ഇറാനും മുട്ടുമടക്കാൻ ഒരുക്കമല്ല. ആരാണ് കേമന്മാർ എന്ന മത്സരത്തിനിടയിൽ ആരെങ്കിലും ഒരാൾ ഒരാക്രമണം ഏറ്റ് തിരിച്ചടിക്കാതിരുന്നാൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്ന സാഹചര്യമുണ്ടായി. ഇറാൻ ആ അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇറാന്റെ മിലിറ്ററി കപ്പാസിറ്റി പൂർണ്ണമായും ഇല്ലാതായി എന്നൊക്കെ ട്രംപ് ഇടയ്ക്കിടെ പറഞ്ഞെങ്കിലും എല്ലാ ആക്രമണങ്ങൾക്കും പ്രത്യാക്രമണം നടത്താൻ ഇറാന് കഴിയുന്നുണ്ട് എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. അമേരിക്കയുടെ അതീവ സുരക്ഷിത അപ്പാച്ച ഹെലികോപ്റ്റർ പോലും അവർ തകർത്തു. മാത്രമല്ല, ഇന്നലെ പൊടുന്നനെ സമ്പൂർണമായ ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചു ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ. ഒരു തരത്തിലുള്ള ഗതാഗത നീക്കവും അനുവദിക്കില്ല എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ എണ്ണക്കപ്പലുകൾക്ക് പോലും പോകാൻ അനുമതി കൊടുത്തിരുന്നു. ഇത് ലംഘിച്ചുകൊണ്ട് നീങ്ങിയ ഒരു അമേരിക്കൻ എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തു. എന്ന് വെച്ചാൽ സംഘർഷം കൂടുതൽ ശക്തമായിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലെ ബ്ലോക്കേഡ്
അമേരിക്ക പിൻവലിച്ചാലും ഇല്ലെങ്കിലും അതിശക്തമായ രീതിയിൽ ഇറാൻ നിയന്ത്രണം പിടിച്ചെടുത്തിരിക്കുന്നു. അവിടേക്ക് ഒരു തരത്തിലുള്ള ചലനവും സാധിക്കാത്ത എണ്ണ പ്രതിസന്ധി മൂർച്ഛിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇതിനിടയിൽ ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പൽ ആക്രമിക്കപ്പെട്ടതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഇന്ത്യ ഉയർത്തിയിട്ടുണ്ട്. പലാവു പതാകയേന്തിയ സെറ്റി ബെല്ലോ എന്ന കപ്പലാണ് കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടത്. എന്നാൽ അതൊരു ഇന്ത്യൻ കപ്പലാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇറാനിൽ നിന്നും എണ്ണ നീക്കം നടത്തി എന്നാരോപിച്ചുകൊണ്ടാണ് കപ്പലിന് നേരെ അമേരിക്ക ആക്രമിച്ചത്. ഈ ആക്രമണത്തിൽ 2 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ട കപ്പലിൽ നിന്നും 21 ജീവനക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും അമേരിക്കയുടെ ഡെപ്യൂട്ടി ചീഫ് മിഷനെ വിളിച്ചു വരുത്തി പ്രതിഷേധിക്കുകയും ചെയ്തു. ഇത്തരം ഇടപാടുകൾ അനുവദിക്കില്ല എന്ന് ഇന്ത്യ താക്കീത് നൽകിയിട്ടുണ്ട്. ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് ഇറാനും രംഗത്ത് വന്നിട്ടുണ്ട്. അതേ, യുദ്ധം മുറുകുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയാണ്. ഗൾഫിൽ താമസിക്കുന്ന മലയാളികളടക്കം ലക്ഷക്കണക്കിന് മനുഷ്യർ വിലപിക്കുന്നു ഒരിക്കലും തീരാത്ത ഈ ദുരിതത്തെ ഓർത്ത്.